പൈപ്പേ 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 അനിയ ഒരു പൈപ്പ് എന്താ ചേട്ടാ പൈസ പൈസ ഒരു 20 രൂപ പോലെ. എനിക്ക് 40 രൂപ വേണം. 40? ഇത് ആദ്യം ഇച്ചിരി പോലും പൈപ്പ് കൊണ്ട് 40. അപ്പുറത്തെ കടയിലൊക്കെ ഇത് 40 20 രൂപ കിട്ടുമല്ലോ. അത് പറ്റൂല, കണക്ക് ചെയ്യും. എന്റെ കടയില് എന്താ മോനെ ഈ പൈപ്പ് ഞാൻ എടുക്കും, എനിക്ക് തന്നേ പറ്റൂ. അത് പറ്റൂല എന്റെ നിയമം തന്നെ എനിക്ക് 40 രൂപ കിട്ടിയേ പറ്റൂ. ഈ പൈപ്പ് നീ തരൂലേ? അല്ലെങ്കിൽ ഞാൻ തരൂല. എനിക്കും വേറെ കച്ചവടക്കാരുണ്ട്. എനിക്ക് അവിടെ കൊണ്ടുപോയി കൊടുത്ത് പൈസ വാങ്ങാം. ഇയാള് പിന്നെ എന്തോന്ന്, ഇയാൾക്ക് ഞാൻ 20 രൂപയ്ക്ക് തരണം. പറ്റൂല, എനിക്ക് 40 രൂപയ്ക്ക് തന്നെ വേണം. എനിക്ക് 40 20 രൂപ തരുമെന്ന് വെച്ചാൽ നിനക്ക് അതും തരൂലടാ. നോക്കാം. ഹലോടാ. ഇതാരാ അളിയനാണല്ലോ വിളിക്കണം. ഹലോടാ. ഹലോടാ. പിന്നെടാ എനിക്കൊരു ജോലിയും ഇല്ലടാ. എന്തോ ചെയ്യാനോ. നീ അന്ന് 2 വർഷം മുമ്പ് നീ ഒരു ജോലി പറഞ്ഞില്ലായിരുന്നാടാ. അതിന് ഉണ്ടാടാ. അതോ വേക്കൻസി പോയാടാ? ഒന്ന് അന്വേഷിക്കോടാ. ഓക്കേടാ. ഹലോടാ. ജോലി ഇല്ലേ നിന്റെ അടുത്ത്? അന്ന് പറഞ്ഞില്ലേ നിനക്കൊരു നല്ല ജോലി കിട്ടി, ഒരു മാസത്തിലൊരു 10,000 രൂപ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ പൈപ്പടയെന്ന് പറഞ്ഞ് നീയല്ലേ പിടികാശ് പിടിച്ചത്. അന്നായിരുന്നെങ്കിൽ ഇപ്പൊ എത്ര കാശ് എന്റെ കൈ വീണേനെ. ശരിയാടോ, നമുക്ക് ഞാനൊന്ന് നോക്കട്ടെ. മറ്റേ ജോലി ഇല്ലേ നിനക്ക് നേരത്തെ പറഞ്ഞു, അതെന്റെ പെങ്ങൻ കൊടുത്ത്. ഇനി അത് നോക്കിയിട്ട് കാര്യമില്ലടാ. ഞാൻ നോക്കിയിട്ട് വിളിക്കാറില്ലേ. ഞാൻ അന്നേ പറഞ്ഞ അവൻ്റെ അടുത്ത് ജോലി നോക്കാം. അവൻ ഈ പ്ലംബറിന്റെ പൈപ്പടയെന്നും പറഞ്ഞ് വെച്ചോണ്ടിരിക്കുന്നു. ഇപ്പൊ അവന് എത്ര കാശ് എന്റെ കയ്യിൽ നിന്നാണ്, അവന്റെ കുടുംബം രക്ഷപ്പെട്ടേന്. അല്ലെങ്കിൽ ആൾക്കാരിങ്ങനെ നല്ല പൈസയുള്ള ജോലിയില്ല, കുറഞ്ഞ പൈസയുള്ള ജോലിയില്ല. ഇപ്പൊ ജോലി അന്വേഷിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടിരിക്കണം. ജോലിയെല്ലാം കിട്ടിയാടാ? ഞാൻ ഒരുപാട് തപ്പി, പക്ഷെ വലുതായിട്ടൊന്നും കിട്ടിയില്ല. ഒരു ജോലി ഉണ്ട്. എന്തുവാടാ പറ. അതെനിക്ക് പറ്റുമെന്ന് അറിഞ്ഞൂടാ. പറ. കമ്പ്യൂട്ടറിലായിട്ടുള്ള ജോലി. ഒരു കമ്പ്യൂട്ടറൊക്കെ ഞാൻ പഠിച്ചെടുത്തോളാം. പഠിച്ചെടുക്കുമോ? നിനക്കൊരു ട്യൂഷനാ വെച്ചിട്ടുണ്ട് കമ്പ്യൂട്ടർ ജോലിയായിട്ട്. പഠിക്കോട്ടോ. അപ്പൊ ശരി, ഞാൻ അവിടെ കൊണ്ടാക്കാം. പാ വണ്ടി കയറി. പൈപ്പാടാടാ. ഇനി ഇത് വെച്ചോണ്ടിരിക്കുന്ന നാളല്ലേ, ഇത് കൊണ്ടിട്ടോണ്ട് എനിക്ക് അടുത്ത ജോലിയും കൂടി പോവാം. ശരിയാണല്ലേ. നീ കേറ്. ഞാനത് മറന്നുപോടാ. ഇനി മേലെ ഈ പൈപ്പടന്ന് വെച്ചോണ്ടിരിക്കണം. എന്നെ കണ്ട. ഓക്കേടാ. പിടിച്ചാ പോട്ടോ. വാടാ, ഇറങ്ങ്. ആരെയും കാണാനില്ലല്ലേ. ഇന്നാളെ മണിങ്ങനെ ട്യൂഷൻ സെന്റർ തുടങ്ങിയത്. ഇത് തുറന്നതിന് മുമ്പ് ബോട്ടിൽ പോകും. അതുകൊണ്ടൊരു ചെറുക്കം വന്നു. അതേ മോനെ, വേണമെങ്കിൽ ഒരു സാമ്പിൾ കാണിച്ചു തരാം. അതുകൊണ്ടൊരു കമ്പ്യൂട്ടർ. അപ്പൊ മോനെ ഇന്നാണ് നാളെയാണ് ഇവിടെ ചേരുന്നത്. അങ്ങനെ ചുമ്മാ ഒന്നും ചേരാതെ ആക്രിക്കടയല്ല മോനെ. ആദ്യം 2000 ട്യൂഷൻ ഫീ വേണം മോനെ. പെട്ടെന്ന് എടുത്ത മോന് നാളെ തന്നെ കയറാം. 2000 രൂപയല്ലേ? ഞാനൊന്ന് എന്റെ കൂട്ടുകാരൻ്റെ അടുത്തൊന്ന് വിളിച്ചു ചോദിച്ചിട്ട് അവന്റെ കയ്യിൽ കാണും കേട്ടാ. ഓക്കെ.
കൂട്ടുകാരനെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോടാ. ഓ ഇതാര് അടിയിലാണല്ലോ കാൻഡി ക്രഷ് കളിക്കാനും സമയൂല. ഹലോടാ. ഹലോടാ. പിന്നെ ഞാൻ നീ പറഞ്ഞൊരു ഓഫീസിൽ ഞാൻ പോയായിരുന്നു. പിന്നെ അവര് പറയുന്ന ആദ്യം അഡ്വാൻസ് ആയിട്ട് ഫീസ് 2000 രൂപ കൊടുക്കണമെന്ന്. 2000 രൂപയോ? അയ്യോ എൻ്റെ കയ്യിലൊന്നുമില്ല, എൻ്റെ കയ്യിൽ 4000 രൂപയുള്ളു. നിന്റെ 4000 ഇല്ലേടാ, അതിൻ്റെ അകത്ത് 2000 ഇല്ലേടാ ഞാൻ ചോദിച്ചോളൂ. നിന്റെ 500 നോട്ടുകളല്ലേ എനിക്കൊന്ന്, അതിൻ്റെ അകത്ത് 400 നോട്ടിന്ന് എനിക്കൊന്ന് താടാ, അത്യാവശ്യമായി പോയോണ്ടാടാ. ഇനിയിപ്പോ 2000 രൂപയുടെ കേസും ആയിപ്പോയി. പക്ഷെ എനിക്ക് തരാം, ഞാൻ അങ്ങോട്ട് വരണം. ശരിടാ. മഴയൊക്കെ വീട്ടിലിരുന്ന കാൻഡി ക്രഷ് ഉണ്ട്. മഴയ്ക്ക് 2000 രൂപ കൊടുക്കില്ലാത്ത എങ്ങനെയാണ് അവന്റെ അളിയുന്നത്? എത്തി എന്താണ് 2000 രൂപയാണോ? 2000 രൂപ വേണം. നീ അല്ലേ എന്നെ അവിടെ കൊണ്ടുപോയി അവിടെ ചെല്ലാൻ പറഞ്ഞു. അപ്പൊ അവിടെ അഡ്വാൻസ് ആയിട്ട് ഫീസ് കൊടുക്കണം. അതിന് 2000 രൂപ അയാൾ പറഞ്ഞിരിക്കും. അതിന് എനിക്ക് അവിടെ 2000 രൂപ കൊടുക്കണം. ആ 2000 രൂപയുടെ കേസാണെങ്കിൽ എനിക്കൊരു അത്യാവശ്യമായി പോയോണ്ടല്ലേടാ. ശരി തരാം, ഞാനല്ലേ എന്നെ കൊണ്ടാക്കി, എന്റെ പൈസ ഞാൻ തരാം. വണ്ടി കയറി. അതാ കേറുന്നു. അങ്ങനെ അവിടെ എത്തി. മോനെ വന്നാ എന്നാണോ ഇത് 2000 രൂപ? അപ്പൊ നാളെ തന്നെ കേറിക്കോ കേട്ടാ. ഹലോ മോനെ, നമ്മളെ ഇവിടെ വലിയ കമ്പ്യൂട്ടർ ഒന്നും ഇല്ല, ലോക്കലാണ്. പക്ഷെ മോന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല അണ്ണാ. ശരി, അപ്പൊ മോൻ നാളെ ആയിക്കോ കേട്ടാ. എന്നാ ശരി. എന്തുകൊണ്ട് ശരിയായടാ. ഇനി 2 ദിവസം കൊണ്ട് വർക്കാണെന്ന് അയാള് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ശരിയാക്കാം. നീ എടാ, പിന്നെ എന്റെ വണ്ടി CC കാര്യം ഇടിച്ചു കേട്ടാ. നമുക്ക് ഓട്ടോയിൽ പോകണം. ഈടെ പണ്ടത്തെ ആൾക്കാർ നടന്ന് ഓട്ടോയിലൊക്കെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. നമുക്ക് പോവാം. അയ്യോ, ഇനി ഓട്ടോയിൽ പോണല്ലേ? കുഴപ്പമില്ലടാ. ഞാൻ ഇവിടെ പഠിച്ച് വലിയ ജോലിയൊക്കെ വാങ്ങും. ഹായ് സാർ. ഹലോ മോനെ, കയറുവാ. എനിക്ക് ജോലി കിട്ടി. എനിക്ക് ഫസ്റ്റ് ശമ്പളവും കിട്ടി. അത് ചോദിക്കുന്നവൻ എനിക്ക് ജോലി കിട്ടിയടാ. എത്ര ശമ്പളം കിട്ടി? 10,000 രൂപ കിട്ടിയടാ. ഒരു 2000 രൂപ കിട്ടും. പിന്നെ എന്നെ അന്ന് വെച്ച് 2000 രൂപ എന്റെ അമ്മ ഇന്നത്തെ മഴക്കോറിന് വന്നിരിക്കാം. മഴയൊക്കെ അങ്ങോട്ട് ഇടറാ. നീ എന്തൊരു കൂട്ടുകാരിയാടാ. അമ്മ ചീത്ത പറയല്ലേ, ഇങ്ങോട്ട് ഇടറാ 2000. അവന്റെ സന്തോഷം ജോലി കിട്ടി. ഞാനല്ലേ നിനക്കിത് മേടിച്ചാൽ ഇത്രയും കൂടി പെടാപ്പാട് വിട്ടത്. ദൈവമേ, ഇനി എന്റെ 8 രൂപ കൂടി ഉള്ളു. 2000 കൂടി ഉള്ളു. കിട്ടൂടാ. അളിയപ്പ കൺഗ്രാജുലേഷൻ.